നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വള്ളച്ചിറ പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം ബഡ്സ് സ്കൂളിൽ ബഡ്സ് വാരാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കമാൻഡർ മുഖം സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് വെള്ളം നിയന്ത്രിക്കാനായി നടപടി തുടങ്ങി. താൽക്കാലിക തടയണ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആരംഭമായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിഹ്നം ഒന്നായത് പുതിയ വർഷത്തിന്റെ അനുഭവവും മലയാള ഭാഷയുടെ പ്രത്യേകതയുമാണ് ഇന്നത്തെ ദിവസം. ചിഹ്നം 1 മലയാള മാസത്തിന്റെ തുടക്കം 1200 പള്ളിയുടെ തുടക്കം കൂടിയാണ് ഈ ദിനം ആചരിക്കുന്ന പ്രത്യേകത. അതിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത നിലനിൽക്കുന്നത് കാർഷിക മേഖലയെ ആയി ബന്ധപ്പെട്ട പഴയകാല ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. പഴയകാല ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഈ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഒരു ദൈവികമായ പ്രാമുഖ്യമുള്ള മേഖലയാണ്. നമ്മുടെ കാർഷിക മേഖലയുടെ തൊഴിൽ നമ്മുടെ കാർഷിക പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷവും ബഹുമാനത്തോടുകൂടിയാണ് ഈ ദിനം ആചരിക്കാൻ. പഴയ കാലത്ത് ഇപ്പോ ഈ മേഖലയിലെ പുതിയ ആധുനിക ജീവിത മാധ്യമത്തിലായതുകൂടി ആ ഒരു ചടങ്ങ് ഇപ്പൊ ഇല്ല. ഇപ്പൊ ചടങ്ങ് സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ചില ചടങ്ങുകളാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ഏതായാലും ഇതൊരു ചടങ്ങായാലും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ കർഷകരിൽ നമുക്കറിയാം, ഓരോ കർഷകരും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിസന്ധികളാണ് ഇപ്പോഴും മുന്നിലുള്ളത്. കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ കാലാവസ്ഥകൾ മാറി മാറി വരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഞാറ്റുവേലയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുൻപൊക്കെ കൃഷി രീതികൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കതിലും ആശ്രയിച്ച് കൃഷി രീതി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളാണുള്ളത്. അപ്പൊ ആ സാഹചര്യങ്ങളിലും പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കൃഷി തുടങ്ങുമ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കൃഷി വിളവെടുക്കുന്ന സമയത്തും നമ്മളത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. കർഷക പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി എന്നിവർ ചേർന്ന് ആദരിച്ചു. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കർഷകർ, മികച്ച നെൽകർഷകൻ, മികച്ച ജൈവ കർഷകൻ, മികച്ച SC കർഷകൻ, മികച്ച വനിതാ കർഷക തുടങ്ങി 11 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വള്ളച്ചിറ പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. 1987 കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ കൃഷി ഭവനിലാണ്
കൃഷി ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ അഗ്രികൾച്ചർ സംവിധാനങ്ങളൊക്കെ പഠിച്ച് ഏതാണ്ട് SSL ഓഫീസ് റാങ്കുള്ള ആ ഓഫീസുകളായിട്ടല്ല എന്ന തെറ്റി ഈ കൃഷി ഭവനങ്ങൾ ആരംഭിക്കും. അപ്പൊ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഭയങ്കര കൃഷിയത് എന്തിനാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എന്തിനാണ് കൃഷി ഭവനം, എന്തിനാണ് ഞങ്ങളെ തന്നെ ഒരു കൃഷിയായ എന്റെ ഓർമ്മയുണ്ട് 1950 ആരംഭിക്കുന്ന സമയത്ത് മണ്ഡികുളത്ത് സഹകരണത്തിന്റെ മുകളിൽ അവിടെ ഒരു കെട്ടിടത്തിന്റെ ഒരു ചെറിയ സ്ഥലത്താണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷകർ, അതായത് കാർഷിക മേഖലയിലേക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകർക്ക് ആദരവേണ്ടി ഗവൺമെന്റ് ചേർന്നിട്ടുള്ള കർഷകർക്ക് ഒപ്പം തന്നെ ആദരവേണ്ടി ഗവൺമെന്റ് ചേർന്നിട്ടുള്ള നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ചേർന്നിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടി ഏറ്റവും നന്നായിട്ട് വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ADC ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം ബഡ്സ് സ്കൂളിൽ ബഡ്സ് വാരാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 12 മുതൽ 16 വരെയായിരുന്നു വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗൃഹസന്ദർശനം, പച്ചക്കറി തൈ സംരക്ഷണം, സ്വാതന്ത്ര്യദിനാഘോഷം, ബഡ്സ് ദിനാഘോഷം എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ്, DPM ആദർശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജീവൻ, സുനിൽകുമാർ, അനിത തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പിന് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ രഘു, കോർഡിനേറ്റർ V. ബിന്ദു, സിദ്ദിഖ്, അഞ്ജലി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കമാൻഡോ മുഖം സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് വെള്ളം നിയന്ത്രിക്കാനായി താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി. കരുവന്നൂർ പുഴയെയും ഹെർബർട്ട് കനാലിനെയും ബന്ധിപ്പിക്കുന്ന വൈക്കോച്ചിറയിൽ പണിയുന്ന താൽക്കാലിക തടയണയ്ക്ക് വേണ്ടി മുളയുടെ പണിയാണ് തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പണികൾ പൂർത്തിയാകുമെന്ന് പണിയുടെ ചുമതലയുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഈയിടെ കമാൻഡോ മുഖം തകർന്നതിനെ തുടർന്ന് പുഴയിൽ നിന്നും വൻതോതിൽ വെള്ളമൊഴുകി 6 പഞ്ചായത്തുകളിലായി 2000-ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു. വൻതോതിൽ വാഴകൃഷി നശിച്ചു. 2000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. തടയണ കെട്ടണമെന്ന ആവശ്യത്തെ തുടർന്ന് താൽക്കാലിക തടയണ നിർമ്മിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. നിലവിൽ കനാലിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകുകയാണ്. ഇനി മഴ ശക്തി പ്രാപിച്ചാൽ പുഴയിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വെള്ളം പുഴയിലേക്ക് തിരിച്ചൊഴുകാൻ തടയണയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ 18ാം തിരുനാൾ ഈ മാസം 29-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപതാ വികാരി ജനറൽ മോൻ ജോസ് വല്ലൂരൻ കാർമ്മികനാകും. രാവിലെ 7-ന് വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് വാഴപ്പള്ളി കാർമ്മികനാകും. 10-ന് ലതീഞ്ഞ്, ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവ നടക്കും. മോൺസിനിയോർ ജോസ് വല്ലൂരാൻ കാർമ്മികനാകും. ഫാദർ ജോൺ പുത്തൂർ, ഫാദർ ഷിൻഡോ മാറോക്കി എന്നിവർ സഹകാർമ്മികരാകും. ഉച്ചയ്ക്ക് 12-ന് മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 3-ന് വിശുദ്ധ കുർബാന, നൊവേന എന്നിവയും 5-ന് ലതീഞ്ഞ്, ആഘോഷമായി തിരുനാൾ കുർബാന, തിരുശേഷിപ്പ് വണക്കം എന്നിവയുണ്ടായിരിക്കും. ഇന്ന് രാവിലെ പതാക സ്വീകരണവും ദിവ്യബലിയും ഉണ്ടായിരുന്നു. അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികനായി. വാർത്താ സമ്മേളനത്തിൽ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ, സെക്രട്ടറി സിസ്റ്റർ ലിസി ജോൺ, സിസ്റ്റർ ലിസ് ജോ, സിസ്റ്റർ ശുഭ ചാക്കോ, താജ് ആന്റണി, ജോസഫ് കാരക്കട, ഡേവിസ് കൊള്ളന്നൂർ, CP പോളി, പോളി കുളങ്ങര എന്നിവർ പങ്കെടുത്തു. ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നടത്തുന്ന കാര്യത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് വളരെയധികം നാളുകളായി. ഒപ്പം തന്നെ തിരുനാളിനുള്ള ക്യാഷ് കുറച്ച് പബ്ലിക് ടാക്സ് എടുക്കും, കുറച്ച് വെള്ളം ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കും, കുറച്ച് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കും. അങ്ങനെയുള്ള ഫണ്ടുകൾ ഉപയോഗിക്കുന്നു. ഈ തിരുനാളിന്റെ ആഘോഷ പരിപാടികൾ വളരെ ആഘോഷപൂർവ്വം മനോഹരമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. റോഡ് പണിയുടെ
ഭാഗമായി പൂച്ചനിപ്പാടത്ത് റോഡിന്റെ ഒരു ഭാഗം കുത്തിപ്പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ KSTPയുടെ നേതൃത്വത്തിൽ യന്ത്രം ഉപയോഗിച്ച് പൊളിക്കാൻ തുടങ്ങിയ ഉടനെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് തടഞ്ഞത്. ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പണി പൂർത്തിയാകും മുൻപ് മറുഭാഗം കുത്തിപ്പൊളിക്കുന്നത് ജനത്തെ സാരമായി ബാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്ന് അധികൃതർ പോലീസിന്റെ സഹായം തേടി. ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പണികൾ പാതി പോലും പൂർത്തിയായിട്ടില്ല. നിലവിൽ വലിയ ഗതാഗത പ്രശ്നം നേരിടുകയാണ്. വ്യാപാരികൾ പലരും പ്രതിസന്ധിയിലാണ്. ഓണം കച്ചവടത്തെയും ഇത് സാരമായി ബാധിക്കും. എന്നിരിക്കെ മറുഭാഗം കൂടി കുത്തിപ്പൊളിച്ചാൽ ജനജീവിതം പോലും സ്തംഭിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾക്ക് ഈ റോഡ് പണി എന്നുള്ളത് നമ്മളുടെയും ആവശ്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഭാഗം പൊളിച്ചിട്ടിട്ട് മറ്റേ ഭാഗം രണ്ട് ഭാഗം ഒരേ സമയം പൊളിക്കാൻ വരുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ് ആ വിഷയം. ഓണസമയമാണ്, അതുപോലെ തന്നെ വിദ്യാരംഭം വരികയാണ്, അതിനെയും ബാധിക്കും. ഇവിടെ കാവടിയുള്ളതാണ്, അതിനെയൊക്കെ ഇത് ബാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ ജനങ്ങളെല്ലാവരും സംഘടിച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ ആ ഭാഗം പൊളിക്കരുതെന്ന് പറഞ്ഞു. ആ ഭാഗം പൊളിക്കരുതെന്ന് പറയണതെന്ന് വെച്ചാൽ രണ്ട് ഭാഗം ഒരേ സമയം പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടറിയാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ ബുദ്ധിമുട്ടിലാണ് ട്രാഫിക്കിന്റെ പ്രശ്നം. ഇത്രയും വലിയ പ്രോജക്റ്റ് വർക്ക് നടക്കുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും ആരായാലും അതിനെ പറ്റിയിട്ട് ഒന്ന് ജനങ്ങൾക്കും കൂടി അതിനൊരു അറിവ് കൊടുത്തിട്ട് വേണം ഈ പണികൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട്. ഇത് ഈ വർക്കിനെ പറ്റിയിട്ട് ആരോട് ചോദിച്ചാലും ഒക്കെ പറയുന്ന ഒരൊറ്റ വേർഡ് KSTPക്കാരാണ്. പഞ്ചായത്തിന് അറിയില്ല, PWD ചോദിച്ചാൽ PWD അറിയില്ല. ഒന്നിനും ആർക്കും ഇതിനെ പറ്റി ഒന്നും അറിയില്ല. എന്തിനെ പറ്റി ചോദിച്ചാലും KSTPക്കാർക്ക് അറിയുള്ളൂ. ഈ KSTPക്കാരുള്ള ആൾക്കാർ ഇവിടെ മലയാളികള് വരുന്നവരൊക്കെ ഹിന്ദിക്കാർ, ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള രൂപങ്ങളോ കാര്യങ്ങളോ ഇതൊന്നും മനസ്സിലാവില്ല. ഒരു റോഡ് പണി, ഇത്രയും വലിയൊരു റോഡ് പണി പണിയുമ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ റോഡിന്റെ അതിർഭാഗങ്ങളെ ഏതാന്നുള്ളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പണി വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് അവർക്ക് നടത്താൻ പറ്റും. ഇതിന് ഏതാണത് അവസാനിക്കണേ, എവിടെയാണ് ഇത് ചെയ്യണത്, ഇതിന് കാനിയില്ല, തോടില്ല, കാര്യങ്ങൾ ഇതൊന്നും ചെയ്യണില്ല. ഇങ്ങനെ വളരെ ഉയർത്തിക്കൊണ്ട് വലിയൊരു റോഡ് കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെ വരുന്നു. ഈ കുറുക്കഞ്ചേരി തൊട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള ആൾക്കാരെ മുഴുവൻ ജമ്മൊടുങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. ഇതിനെ ചെയ്യുന്നത് ഈ രണ്ട് റോഡും പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ രണ്ട് വഴിയുള്ളൂ. ഒന്ന് വല്ലത്തറ ബീവറേജ് വഴിയും ഒന്ന് തിരുവള്ളക്കാവ് അമ്പലം വഴിയുള്ളൂ. അപ്പൊ ഈ കണ്ട വലിയ വണ്ടികളെല്ലാം ഈ വഴിയാണ് പോകുന്നത്. ഇപ്പോ തിരുവള്ളക്കാവ് വഴിയാണ് പോകുന്നത്. ആ വഴി ഇപ്പൊ വളരെ മോശമായിരിക്കുന്നത്. വളരെ ചെറിയൊരു ഇടങ്ങിയ റോഡാണ്. അതിലെ ടോറസ് അതായത് എല്ലാ വണ്ടികളും അതിലെ പോയിട്ട് ഇപ്പൊ ആ വഴി വളരെ കൺജസ്റ്റഡ് ആയ ഒരു ചെറിയ റോഡ് ഇപ്പൊ അത് ആകെ തകർന്നു കിടക്കുകയാണ്. അപ്പൊ ഈ രണ്ട് വഴിയും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമായൊരു ഇതല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു റോഡ് പണിതതിന് ശേഷം അടുത്തത് പൊളിക്കുന്നതിലാണ് നമുക്ക് താല്പര്യമുള്ളത്. ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനൊരുക്കമായി ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 22 വരെയുള്ള 9 ചൊവ്വാഴ്ചകളിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കൊപ്പം തൃശൂരിലെ പ്രശസ്തമായ വിവിധ ആശുപത്രികളുടെ ക്ലിനിക്കൽ ലാബുകളുടെയും സഹകരണത്തോടെ ഒല്ലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ചൊവ്വാഴ്ചകളിലും സൌജന്യ നേത്ര പരിശോധനയും രക്തപരിശോധനകളും നടക്കും. ആയുർവേദ വിഭാഗം, ഹൃദയ സംബന്ധമായ അസുഖനിർണയം, ഹെർണിയ പരിശോധന, കമ്മ്യൂണിറ്റി മെഡിസിൻ, ദന്തപരിശോധന, ഹോമിയോ വിഭാഗം, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, പീഡിയാട്രിക് വിഭാഗം, ഫിസിയോതെറാപ്പി വിഭാഗം പരിശോധനയും ഉണ്ടായിരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ മരുന്നുകൾ, എല്ലാ ലാബ് പരിശോധനകളും സൌജന്യമായി നൽകുന്നതാണ്. വിവിധ ശസ്ത്രക്രിയകൾ ആവശ്യമായ രോഗികൾക്ക് ലയൺസ് ക്ലബിന്റെ കൂടി സഹകരണത്തോടെ ചുരുങ്ങിയ ചെലവിൽ ശസ്ത്രക്രിയകൾ നടത്താനും സൌകര്യമൊരുക്കും. ഇതോടൊപ്പം രോഗികൾക്കും കൂടെ വരുന്നവർക്കും വിവിധ രോഗങ്ങളും അവർക്കുള്ള ചികിത്സകളും സംബന്ധിച്ചുള്ള ക്ലാസുകളും ഉണ്ടായിരിക്കും. മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച രാവിലെ 9 തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ നിർവഹിക്കും. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികൾക്കും ലയൺസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുമുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. അവാർഡ് വിതരണം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില നിർവഹിക്കും.
വാർത്താ സമ്മേളനത്തിൽ ആന്റോ എരിഞ്ഞേരി, ജോയ് പൊട്ടക്കൻ, ബിജു പൊറത്തൂർ, MJ തോമസ് എന്നിവർ പങ്കെടുത്തു. അപ്പൊ 20-ാം തീയതി ഉദ്ഘാടനത്തോട് കൂടെ തന്നെ നമ്മൾ അന്നത്തെ ജൂബിലി മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പ്, ജനറൽ മെഡിസിൻസിന്റെ ക്യാമ്പ് അന്ന് തന്നെ നടത്തി. 9 ചൊവ്വാഴ്ച ഉള്ളൂർ റഫായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ചകളിൽ നടന്നു വരുന്നെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കൊല്ലം ഒരു ചൊവ്വാഴ്ച മുന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച ഓണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് വരുന്നവർക്ക് തരാം. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പാരമ്പര്യത്തിലായാലും ഡോക്ടേഴ്സ് ആയാലും. അപ്പൊ അന്നത്തെ ദിവസം പള്ളിയിലെ കൂട്ട് നടക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് അത് ബ്രേക്കാണ്. അതുകൊണ്ട് ഒരു ചൊവ്വാഴ്ച മുന്നിൽ തുടങ്ങിയിട്ട് പള്ളിയുടെ 9 ചൊവ്വാഴ്ച അവസാനിക്കുന്ന ചൊവ്വാഴ്ചകളിൽ ഞങ്ങളുടെ ക്യാമ്പ് അവസാനിക്കും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ചെർപ്പ് ശാഖ സ്വാതന്ത്ര്യദിനാഘോഷവും വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനവും സംഘടിപ്പിച്ചു. മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് EK മണിമാമൻ ഉദ്ഘാടനം ചെയ്തു. മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് EK മണിമാമൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് IN ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പഴുവിൽ, KA പൊന്നു, ഷിജി സജീവ്, KK രാജീവ്, ശാഖാ സെക്രട്ടറി AV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മധുരപലഹാര വിതരണത്തിനും ഉച്ചഭക്ഷണത്തിനും ശേഷം യോഗം അവസാനിച്ചു. വയനാട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന കൈകോർക്കാം ദുരിതാശ്വാസ നിധിയിലേക്ക് അംഗങ്ങൾ സംഭാവന നൽകി. AKPPA തൃശൂർ താലൂക്ക് കമ്മിറ്റി കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപയുടെ മുകളിൽ പാവപ്പെട്ട പെയിന്റിംഗ് തൊഴിലാളികളുടെ അപകട സമയത്ത് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീമുക്കും പറഞ്ഞ പോലെ മിനിഞ്ഞാന്ന് ഞാൻ ചേളാരി മഞ്ചേരിയിൽ നിന്ന് ഏകദേശം 50ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള റഷീദ്, അദ്ദേഹത്തിന് ചെറിയ ഒരു കല്യാണത്തിൽ പങ്കെടുത്തതിന്റെ പേര് ഫുഡ് ഇൻഫെക്ഷൻ വന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ മഞ്ഞപ്പിത്തം, കരരോഗം മൂർച്ഛിച്ച് ഡയാലിസിസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് 4 ലക്ഷം രൂപ വരെ ചെലവാക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തി. ജില്ലാ പ്രസിഡന്റ് ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണം സലീം മുക്കം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി മനീഷ് പാലിയേക്കര, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജു വാലത്തറ, ഷറഫു മലപ്പുറം, PM സുനിൽ, അൻവർ കാരയിൽ, ഷിനോജ് എട്ടുമന, ശശി കൈതക്കപ്പുഴ എന്നിവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷം വേറിട്ടതായി. ലഹരിക്കെതിരെയും ഗർഭസ്ഥ ശിശു സംരക്ഷണ മുദ്രാവാക്യവും ഉയർത്തിയായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രതീകാത്മകമായി മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തിയത്. സൈക്കിൾ റാലിയും നടത്തി. ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ, അതിരൂപത ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ഡിജോ മുള്ളക്കര, മദ്യവിരുദ്ധ സമിതി അംഗങ്ങൾ, മതബോധന അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്ത ബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പഴുവിൽ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് 2,50,000 രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി തുക CC മുകുന്ദൻ MLAക്ക് കൈമാറി. സെക്രട്ടറി KK സജിത, വൈസ് പ്രസിഡന്റ് KV മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ CA ശങ്കരൻ, KC ബാബു, VR ഗോപി, അസിസ്റ്റന്റ് സെക്രട്ടറി റോബാർജി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന അന്തിക്കാട് സ്വദേശി മരിച്ചു. അന്തിക്കാട് പള്ളത്ത് 38 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപമായിരുന്നു അപകടം. കാഞ്ഞാണിയിലെ ഗാർഡിയൽ ആംബുലൻസിൽ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃപ്രയാർ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ സ്വദേശി ചള്ളിയിൽ 72 വയസ്സുള്ള ഗോപിയെയാണ് ഞായറാഴ്ച രാവിലെ തൃപ്രയാർ പാലത്തിന്റെ കൈവരിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. വലപ്പാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വള്ളച്ചിറ പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം ബഡ്സ് സ്കൂളിൽ ബഡ്സ് വാരാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കമാൻഡർ മുഖം സ്ലൂയിസ് തകർന്നതിനെ തുടർന്ന് വെള്ളം നിയന്ത്രിക്കാനായി നടപടി തുടങ്ങി. താൽക്കാലിക തടയണ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആരംഭമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.